ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി താരസംഘടനയായ അമ്മയിൽ തമ്മിലടിയാണ്. വകുപ്പ് മന്ത്രിമാർ തമ്മിലടിയാണ്. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ബംഗാളി നടി ശ്രീലേഖ മിത്ര എന്ന നടി CPM അനുഭാവിയാണ്. CPM വേദികളിൽ മിക്കവാറും അവരെ കാണാം ബംഗാളിൽ. അവർ ഒരു ആരോപണം ഉന്നയിച്ചു. നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടി ഈ ശ്രീലേഖയെ വിളിച്ചു വരുത്തിയ ശേഷം നടിയുടെ കൈവളകളിൽ തൊടുന്നു, പിന്നെ മുടിയിഴകളിൽ തൊടുന്നു. അതിനുശേഷം ആ കഴുത്തിൽ തൊടാൻ വരുമ്പോൾ ഈ നടി മുറിയിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞ് പോയി. ഇതായിരുന്നു ആരോപണം. ഈ തൊടലുകൾ, ഈ സ്പർശം മോശപ്പെട്ട സ്പർശമായിരുന്നുവെന്ന് നടി ഓർക്കുകയും അത് പറയുകയും ചെയ്യുന്നു. രഞ്ജിത്ത് മോശമായി പെരുമാറിയിട്ടുണ്ട്. ഇതാണ് നടിയുടെ ആരോപണം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തൽ അറിഞ്ഞ ഉടനെ ആദ്യം പ്രതികരിക്കേണ്ടത് രഞ്ജിത്ത് തന്നെയാണ്. രഞ്ജിത്ത് പറഞ്ഞു, അവരുമായി അടുത്ത് ഇടപഴകേണ്ട ഒരു സാഹചര്യവും തനിക്ക് ഉണ്ടായിട്ടില്ല. പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാനല്ല അവരെ വിളിച്ചു വരുത്തിയത്, ഓഡീഷന് വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത്. അവരുടെ അഭിനയം തൃപ്തികരമായിരുന്നില്ല, അതുകൊണ്ട് അവരെ തിരികെ പറഞ്ഞയക്കേണ്ടി വന്നു എന്നാണ് രഞ്ജിത്തിൻ്റെ വിശദീകരണം. ഈ രണ്ട് സംഭവങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ഒന്ന് വെളിപ്പെടുത്തൽ, ഒന്ന് അതിനുള്ള വിശദീകരണം. ഇതിൽ ഇരയാര്, വേട്ടക്കാരിയോ വേട്ടക്കാരനോ ആര് എന്നൊക്കെ നമുക്ക് ചിന്തിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്തെങ്കിലും അന്വേഷണം നടക്കണം. പോലീസ് അന്വേഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളുടെ അന്വേഷണമോ ഒക്കെ നടത്തി ഇതിൽ കുറ്റക്കാരനാരാണ് അല്ലെങ്കിൽ കുറ്റക്കാരി ആരാണ്, ആരോപണം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഇതിൽ വേട്ടക്കാരനും ഇരയെയും മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള നമുക്ക് സാധാരണക്കാർക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ സാംസ്കാരിക വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹത്തിന് രാഷ്ട്രീയ വിവരമില്ലെന്നാണ് ആഷിഖ് അബുവിനെ പോലുള്ള വളരെ സർവ്വവിജ്ഞാന കോശങ്ങളായിട്ടുള്ള സംവിധായകർ പറയുന്നത്. ആഷിഖ് അബു എന്തിനും അഭിപ്രായം പറയുന്ന ആളാണ്. നമുക്കറിയാം, മുമ്പ് KM മാണി ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് 5 രൂപയൊക്കെ അയച്ചു കൊടുത്ത് ചലഞ്ചൊക്കെ സൃഷ്ടിച്ച വളരെ വലിയ സാമൂഹിക പരിഷ്കർത്താവാണ്. ആധുനിക കേരളത്തിൻ്റെ കൺകണ്ട സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് ശ്രീ ആഷിഖ് അബു. അദ്ദേഹം CPMൻ്റെ ഒരു മന്ത്രിയെ നോക്കി പറയുന്നു, വിവരമില്ലാത്ത മന്ത്രി, രാഷ്ട്രീയ വിവരമില്ലാത്ത മന്ത്രി എന്നാണ് വിളിച്ചിരിക്കുന്നത്. സജി ചെറിയാൻ മറുപടി പറഞ്ഞതിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത്, ആരെങ്കിലും ഒരു പരാതി തരണം, ഈ ആരോപണത്തിൻ്റെ പേരിൽ ആർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. പരാതി തരണം, പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിന്മേൽ നിയമ നടപടി സ്വീകരിക്കുന്നത് സർക്കാരിൻ്റെ ന്യായമാണ്, സർക്കാരിൻ്റെ നിലപാടതാണ്. ഇതിലെവിടെയാണ് രാഷ്ട്രീയ വിവരമില്ലായ്മ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. സജി ചെറിയാനെ പിന്തുണയ്ക്കുകയോ ആഷിഖ് അബുവിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്നതല്ല. ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ നമ്മുടെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകൾക്ക് പോലും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ് ഉണ്ടായതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് പറയാൻ കഴിയുന്നില്ല. അവിടെയാണ് ചില ആളുകൾ ചില പക്ഷം പിടിച്ച് ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന കടും വാദം ഉന്നയിക്കുന്നത്. അത് അംഗീകരിച്ച് കൊടുക്കുന്നത് നല്ലതാകില്ല. അതുകൊണ്ടാണ് ആഷിഖ് അബുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അദ്ദേഹം ഈ സജി ചെറിയാനെ വിമർശിക്കാം, പക്ഷേ രാഷ്ട്രീയ വിവരമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കടന്നുപോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ മന്ത്രി R ബിന്ദു, അതുപോലെ മന്ത്രി വീണ ജോർജ്, ഇവർ രണ്ടുപേരും പറയുന്നതും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ. മന്ത്രി ബിന്ദു പറയുന്നത് വസ്തുതകൾ പഠിച്ച ശേഷം സാംസ്കാരിക മന്ത്രി കാര്യങ്ങൾ പറയും, ശരിയാണത്. അതുപോലെ വെളിപ്പെടുത്തൽ നടത്തിയ ശ്രീലേഖ മിത്രയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു വീണ ജോർജ്. അതിനെന്താ കുഴപ്പം? പൂർണ്ണ പിന്തുണ അവർക്ക് നൽകട്ടെ. ഇതിനൊക്കെ എന്തിനാണ് പേനയും പേപ്പർ മാത്രമല്ല കത്തിയും കോടാലിയും ഒക്കെ എടുത്ത് ഈ വാക്കുകളെ കീറി മുറിച്ച് ഇതിന് രാഷ്ട്രീയ വിവരമില്ല, ഇത് പറഞ്ഞത് ചെറ്റത്തരമാണ്, CPM മന്ത്രിമാർ ഇങ്ങനെ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാണ്? അതല്ലേ സമൂഹത്തിന് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. സിനിമാ മേഖല നേരിടുന്ന ഇന്നത്തെ പ്രശ്നങ്ങൾ, സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് പഠിച്ചു. അവർ അത് സർക്കാരിനെ സമർപ്പിച്ചു. സർക്കാർ അതിന്മേൽ നയരൂപീകരണത്തിന് വേണ്ടി കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതാണ് നടന്ന സംഭവം. എന്നാൽ ഇത് കണ്ടപാടെ ഇതിനെ വ്യാഖ്യാനിച്ച് ഇതിലെ പ്രമുഖൻ അയാളാണ്, ഇതിലെ പ്രമുഖ ഇയാളാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് ചില ആളുകൾ ഈ റിപ്പോർട്ടിനെ വഷളാക്കി ഏറ്റവും ചരിത്ര സംഭവമായ ഒന്നിനെ ഏറ്റവും വഷളത്തരം നിറഞ്ഞ ഒന്നാക്കി മാറ്റി. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ വ്യാഖ്യാന പടുക്കൾ ആധുനിക സാമൂഹിക പരിഷ്കർത്താക്കളായ ആളുകളൊക്കെ ഈ ചർച്ചയൊക്കെ അവസാനിപ്പിച്ച് ഇരിക്കുക. കൃത്യമായ കാര്യങ്ങൾ നടക്കും. കാരണം കേരളം ഭരിക്കുന്നത് ഇടത് സർക്കാരാണ്. ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കുന്ന നയം സർക്കാരിനില്ല. എന്നും അതിജീവിതകൾക്കൊപ്പവും
ഇരകൾക്കൊപ്പവും നിന്ന് അവർക്ക് വേണ്ടി പോരാടുന്ന ഒരു നയമാണ് സർക്കാരിൻ്റെതെന്ന് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വേട്ടക്കാർ സൂക്ഷിക്കുക എന്ന് മാത്രം.